അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 30 ചൊവ്വാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PS പ്രശാന്തിനെയും ഭരണസമിതിയെയും പ്രതികളാക്കി. 2025 സ്വർണ്ണക്കൊള്ളയിലാണ് പ്രതി ചേർത്തത്. തന്ത്രി കണ്ഠരര് രാജീവര്, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണ വ്യാപാരി പങ്കജ് ഭണ്ഡാരി എന്നിവരും പ്രതികളാണ്. 2019 ഗൂഢാലോചനയുടെ തുടർച്ചയാണ് 2025 വിജയ് മല്യ സ്വർണം പൊതിയാൻ നൽകിയ സ്വർണ്ണ പാളികളിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം ഷിപ്പിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത് കടത്തിയെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP UDF അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. കാപ്പ കേസിൽ ജയിലിലുള്ള BJP കൌൺസിലർ R. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുള്ള UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കിയെന്ന് മേയർ VV രാജേഷ് വിളിച്ചു പറഞ്ഞ് കൌൺസിൽ യോഗം പിരിഞ്ഞു. ഇതിനു പിറകെ UDF അംഗങ്ങൾ ഒപ്പുവയ്ക്കുന്നതിനിടെ ഹാജർ പുസ്തകം BJP അംഗങ്ങൾ ബലമായി പിടിച്ചുപറിച്ചു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കോൺഗ്രസ് വനിതാ അംഗത്തെ BJP അംഗം ചെമ്പഴന്തി ഉദയൻ കയ്യേറ്റം ചെയ്തു. സംസ്ഥാനത്ത് നികുതി ഘടന പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നികുതി ചോർച്ച തടയും. ആരും എന്തും കൊണ്ടുവന്ന് വിൽക്കാൻ അനുവദിക്കില്ല. നികുതി തട്ടിപ്പ് നടത്തുന്ന കള്ളക്കച്ചവടക്കാരോട് ക്ഷമിക്കില്ലെന്നും ടാക്സ് ഡ്രൈവ് നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ലോഡ് ഷെഡിംഗ് വിവരം 1 മണിക്കൂർ മുൻപെങ്കിലും ഉപഭോക്താക്കളെ അറിയിക്കണം. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന്റെ ബാധ്യത കുറയ്ക്കാൻ മൺസൂൺ ശക്തിപ്പെടുമ്പോൾ KSEB ശ്രമിക്കണമെന്നും റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു. സഹകരണ മേഖലയിൽ വിമാന കമ്പനി തുടങ്ങാൻ കേരള. പുതിയ വിമാന സർവീസിന്റെ പ്രാരംഭ നടപടികളിലേക്ക് കടന്നതായി MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ CN വിജയകൃഷ്ണൻ അറിയിച്ചു. ആദ്യം വാടകയ്ക്കെടുത്ത വിമാനവുമായി 2 സർവീസുകളാണ് തുടങ്ങുക. 200 സംഘങ്ങൾ 2 കോടി രൂപ വീതം മുടക്കും. സർക്കാരിന് ചെലവില്ല. മുഖ്യമന്ത്രി ചെയർമാനും സഹകരണ മന്ത്രി വൈസ് ചെയർമാനുമാകുമെന്നും സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. മൊബൈൽ ഫോണിലൂടെ സെൻസസ് വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ നൽകാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്ത ശേഷം ലഭിക്കുന്ന നമ്പർ പിന്നീട് സെൻസസിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകണം. ലഹരിക്ക് വേണ്ടി അണലി കുഞ്ഞുങ്ങളെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന പാർലറുകളുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയുടെ വേരറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ വരെ 4146 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ ലഹരി കേസുകളിലായി 4471 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ആലപ്പുഴ തീരത്തെ കരിമണൽ ഖനനമോ സ്വകാര്യവൽക്കരണമോ സംസ്ഥാന സർക്കാരിന്റെ അജണ്ടയിലില്ലെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മുൻ സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ നീക്കമുണ്ടായെങ്കിലും UDF സർക്കാർ അത്തരം പദ്ധതികളുമായി മുന്നോട്ടു പോകില്ല. ബജറ്റിലെ റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ നിർദ്ദേശം സ്വകാര്യവൽക്കരണമല്ലെന്നും വ്യവസായ വകുപ്പ് മന്ത്രി വിശദീകരിച്ചു. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരത്തിൽ ഒരാഴ്ചയ്ക്കകം നടപടിയെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി K. മുരളീധരൻ. നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണം. മിനിമം വേതന നിയമം നടപ്പിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. സർക്കാർ ആശുപത്രികൾക്ക് കെട്ടിടങ്ങളുണ്ടെങ്കിലും സൌകര്യം കുറവാണെന്നും പല കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് പോലും ഇല്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ സഹായിച്ചെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. KSRTCയിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു.
പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് 15 ലക്ഷമായി ഉയർന്നു. അതേസമയം കെഎസ്ആർടിസിക്ക് ദിനംപ്രതി 2.5 കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ വീണ്ടും ശക്തമാകുന്നു. അറബിക്കടലിലെ ചക്രവാത ചുഴിയാണ് മഴ കനക്കാൻ കാരണമെന്നും വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭ കൌൺസിൽ യോഗത്തിനിടെയുണ്ടായ കയ്യാങ്കളിയിൽ ബിജെപി കൌൺസിലർമാർക്കെതിരെ കേസ്. ബിജെപി കൌൺസിലർ ചെമ്പഴന്തി ഉദയനാണ് കേസിൽ ഒന്നാം പ്രതി. ഗിരി, പാപ്പനംകോട് സജി, വയൽക്കര രതീഷ് എന്നിവരും പ്രതികളാണ്. യുഡിഎഫിലെ വനിതാ കൌൺസിലർമാരായ ഷേർലി, അനിത, അലക്സ് എന്നിവർ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിക്കാൻ മന്ത്രിസഭയാണ് തീരുമാനിച്ചതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി. എൻ ശേഷാദ്രിനാഥൻ മുൻ എസ്എഫ്ഐക്കാരനും നിലവിൽ സംഘപരിവാർ ബന്ധുവുമാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി PM നിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചിരുന്നു. എലിപ്പനി ബാധിച്ച് കണ്ണൂരിൽ 2 മരണം, 9 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. അതേസമയം സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല ബാധിച്ചു. കോഴിക്കോട് 4 പേർക്കും മലപ്പുറത്ത് 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് ഉപയോഗിച്ച് സംഘർഷമുണ്ടാക്കിയെന്ന കേസിൽ എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി നന്ദൻ അറസ്റ്റിൽ. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 3ാമത്തെ അറസ്റ്റാണ് ഇത്. നടിക്കെതിരായ ലൈംഗിക അധിക്ഷേപത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയ കുറിപ്പിലൂടെ മാപ്പു പറഞ്ഞു. മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനോ മോശമായി ചിത്രീകരിക്കാനോ ശ്രമിച്ചിട്ടില്ല. തന്റെ വാക്കുകൾ നടിയെയും കുടുംബത്തെയും വേദനിപ്പിച്ചതിൽ ഖേദം അറിയിക്കുന്നു. മാപ്പ് പരിഗണിച്ച് കേസ് പിൻവലിക്കുമെന്ന് കരുതുന്നുവെന്നും വ്യവസായി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. കേസെടുത്ത് 1.5 വർഷത്തിന് ശേഷമാണ് ഖേദപ്രകടനം. ചമ്പക്കുളം ജലമേളയിൽ അരോമ ചുണ്ടന് കിരീടം. നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനവും നടുവിലെ പറമ്പൻ 3ാം സ്ഥാനവും നേടി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടുതൽ മികച്ച രീതിയിൽ നടത്തുമെന്ന് ജലമേളയുടെ വേദിയിൽ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രഖ്യാപിച്ചു. അനിൽ അക്കര അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. ഇന്ന് രാജി സമർപ്പിക്കും. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് രാജി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. ജാമ്യ ഹർജി ജൂലൈ 3 കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്തത് ഗൂഢാലോചനയാണെന്ന് ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളം പറഞ്ഞതിൽ ഗൂഢാലോചനയുണ്ട്. തന്നെ പ്രതിയാക്കിയതിൽ രാഷ്ട്രീയപരമായ ഇടപെടലുണ്ടെന്നും കെ മുരളീധരൻ കത്തുകൊടുത്തത് അതിന് തെളിവാണെന്നും പ്രശാന്ത് ആരോപിച്ചു. പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിനെ അടുപ്പമുണ്ടായിരുന്ന വിവാഹിതയായ യുവതിയുടെ അച്ഛനും കൂട്ടുകാരും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. അട്ടത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടി, സുഹൃത്ത് ഗോപി എന്നിവരാണ് പ്രതികൾ. ഇരുവരും കസ്റ്റഡിയിലാണ്. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ക്രിക്കറ്റ് പരിശീലനത്തിന് വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് പരിശീലകനായ പ്രതി വള്ളക്കടവ് ശ്രീ വരാഹം സ്വദേശി M മനു 4ാമത്തെ കേസിലും കുറ്റക്കാരൻ. 28 വർഷം കഠിന തടവും 54,000 രൂപ പിഴയ്ക്കുമാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. ഫലത്തിൽ 7 വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി. 3 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കൂ. അയോധ്യ രാമക്ഷേത്രത്തിലെ തട്ടിപ്പിനെക്കുറിച്ച് 3 മാസം മുൻപ് ട്രസ്റ്റിനെ വിവരം അറിയിച്ചിരുന്നെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ. പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജീവനക്കാരെ മാറ്റണമെന്ന് നിർദ്ദേശിച്ചു. ഭണ്ഡാരപ്പെട്ടിയിലെ പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ സ്വകാര്യ ഏജൻസി വഴി പുറത്തുനിന്നുള്ളവരെയും നിയോഗിച്ചിരുന്നു. എന്നാൽ ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായിയും അനിൽ മിശ്രയും ഇടപെട്ടതിനാൽ ജീവനക്കാരെ മാറ്റിയില്ലെന്ന് ബാങ്ക് അധികൃതർ പോലീസിന് മൊഴി നൽകി. അയോധ്യ രാമക്ഷേത്രത്തിലെ കാണിക്കക്കൊള്ളയിൽ പ്രതികളായവർക്കു വേണ്ടി കോടതിയിൽ ഹാജരാകില്ലെന്ന് ഫൈസാബാദ് ബാർ അസോസിയേഷൻ തീരുമാനിച്ചു.
പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരിൽ നിന്ന് 5 ലക്ഷം രൂപ പിഴ ഈടാക്കാനാണ് ബാർ അസോസിയേഷന്റെ ജനറൽ ബോഡി തീരുമാനിച്ചത്. CBSE ത്രിഭാഷാ നയത്തിൽ ഇളവ് വരുത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 3 ഭാഷാ നയം പിന്തുടരേണ്ടതില്ല. 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്നവർ 10ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയിൽ 3ാമത്തെ ഭാഷയ്ക്ക് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പെട്രോൾ ഡീസൽ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ ഇന്ന് അർദ്ധരാത്രിയോടെ പിൻവലിക്കും. ഒരു വാഹനത്തിനോ ഉപഭോക്താവിനോ പ്രതിദിനം 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂവെന്ന നിയന്ത്രണവും റദ്ദാക്കി. വ്യവസായ വാണിജ്യ സ്ഥാപന ഉപഭോക്താക്കൾ നിശ്ചിത കൺസ്യൂമർ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങണമെന്ന നിർദ്ദേശവും പിൻവലിക്കും. ടെലഗ്രാഫ് മുൻ എഡിറ്ററും മലയാളിയുമായ ആർ രാജഗോപാലിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കേസ് വിദേശികളെ നാടുകടത്തുന്നതിനുള്ള സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷന്റെ പരിഗണനയ്ക്ക് വിട്ടെന്ന് റിപ്പോർട്ട്. കൊൽക്കത്ത പോലീസിന്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ ഉദ്ധരിച്ച് ഓപ്പൺ മാഗസിനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നും പാസ്പോർട്ട് പുതുക്കാൻ വഴിയൊരുക്കണമെന്നും ആവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി VD സതീശൻ കത്തയച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയക്കെടുതി. അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തകർ സഞ്ചരിച്ച ബോട്ട് കാണാതായി. ഇവരടക്കം 9 പേരെയാണ് കാണാതായത്. ആസാമിൽ 6 ജില്ലകളിലായി 22,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചത്. കനത്ത മഴയെ തുടർന്ന് സിമൻ നദിയിലെ റെയിൽവേ പാലത്തിന്റെ ഒരു തൂൺ തകർന്നു. ഇതോടെ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിൽ 3 മുതൽ 6 മാസത്തിനകം വിജയ് സർക്കാർ വീഴുമെന്നും പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാമെന്നും DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. ചെന്നൈയിൽ മുൻ അണ്ണാ DMK മന്ത്രി ബെഞ്ചമിന്റെ നേതൃത്വത്തിൽ ഏതാനും പ്രവർത്തകർ DMKയിൽ ചേർന്നതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വൻ നികുതി ഇളവുകളും സബ്സിഡികളും വാഗ്ദാനം ചെയ്ത് പുതിയ EV പോളിസി. ഈ നയപ്രകാരം പെട്രോൾ ഡീസൽ 2 വീലറുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിന് ആകർഷകമായ സ്ക്രാപ്പേജ് ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യും. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യിദ് അത്ത ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റ എന്നിവർ പങ്കെടുക്കും. വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും അനുഗമിക്കും. അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ സ്വത്തുക്കളിൽ $600 കോടി ആദ്യഘട്ടമായി ഖത്തർ വഴി നൽകും. ഹോർമുസിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും വീണ്ടും ധാരണയിലെത്തി. ഇറാൻ അമേരിക്ക ചർച്ചകൾ ഈ ആഴ്ച നടക്കുമെന്ന വാർത്ത ഇറാൻ നിഷേധിച്ചു. ഇതേസമയം ഹോർമുസ് കൈകാര്യം ചെയ്യാനുള്ള ചർച്ചകൾ ഒമാനും ഇറാനും തമ്മിൽ തുടങ്ങി. ഇറാഖ് രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച അഴിമതി കേസിൽ 7 ഉന്നത രാഷ്ട്രീയ നേതാക്കളെ സൈന്യം അറസ്റ്റ് ചെയ്തു. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള പാർലമെന്റ് അംഗങ്ങളായ 7 പേരെയാണ് പിടികൂടിയത്. ബാഗ്ദാദിലെ അതീവ സുരക്ഷാ മേഖലയായ ഗ്രീൻ സോൺ വളഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 3 കൊടുമുടികൾ 24 മണിക്കൂറിനുള്ളിൽ കീഴടക്കി ബ്രിട്ടനിലെ കെയ്റ്റ് രാജകുമാരി. 2 വർഷം മുൻപ് താൻ ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടിയ ആശുപത്രിയെ സഹായിക്കാനായിരുന്നു കഠിനമായ കൊടുമുടി ചലഞ്ച്. ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തന്നെ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കണമെന്ന് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ കരയിലൂടെയും ആകാശത്തിലൂടെയും നടത്തിയ ആക്രമണങ്ങളിൽ 40 സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. പാക് അതിർത്തിയോട് ചേർന്ന അഫ്ഗാൻ പ്രവിശ്യകളിൽ ഞായറാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് റൌണ്ടിൽ ജപ്പാനെ 1-2 ഗോളിന് തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിലെത്തി. 29ാം മിനിറ്റിൽ കെയ്ഷു സാനോയുടെ ഗോളിലൂടെ ജപ്പാൻ മുന്നിലെത്തിയിരുന്നു. തുടർന്ന് 56ാം മിനിറ്റിൽ കസെമിറോയുടെ ഹെഡർ ബ്രസീലിന് സമനില സമ്മാനിച്ചു. ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലി നേടിയ ഗോളാണ് ബ്രസീലിന് ജയമൊരുക്കിയത്. ഫിഫ ലോകകപ്പിൽ നിന്ന് ജർമ്മനി പുറത്ത്. റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ പരാഗ്വേയുടെ ഷൂട്ടൌട്ടിൽ തോറ്റാണ് ജർമ്മനി പുറത്തായത്. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന് ശേഷവും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഷൂട്ടൌട്ട് അനിവാര്യമായത്.
ഷൂട്ടൌട്ടിൽ 4-3 തോൽപ്പിച്ചാണ് പരാഗ്വ ജർമ്മനിക്ക് ഷോക്ക് നൽകിയത്. നേരത്തെ കളിയുടെ 42-ാം മിനിറ്റിൽ ജൂലിയോ എൻസിസോയാണ് ജർമ്മനിയെ ഞെട്ടിച്ച് പരാഗ്വയ്ക്ക് വേണ്ടി ആദ്യം ലീഡെടുത്തത്. എന്നാൽ കളിയുടെ 54-ാം മിനിറ്റിൽ കായ് ഹവേർട്സിലൂടെ ജർമ്മനി സമനില പിടിക്കുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.